തിരുവനന്തപുരത്താണ് ടൂ വീലർ സ്ഥാപനം കേന്ദ്രമാക്കി തട്ടിപ്പ് നടത്തിയ യുവതി പിടിയിലായത്. പള്ളിച്ചൽ സ്വദേശി സുമകുമാരിയാണ് പിടിയിലായത്. വാഹനം വാങ്ങാൻ എത്തുന്നവരുടെ രേഖകൾ ഇവർ കൈക്കലാക്കുന്നു. ബാങ്ക് വായ്പ തരപ്പെടുത്തി തട്ടിപ്പ് നടത്തുകയായിരുന്നു ഇവരുടെ രീതി. അരുൺ സോളമൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അരുൺ, കുറച്ചുകൂടി വ്യക്തമായി കൃത്യമായി പറഞ്ഞാൽ എങ്ങനെയായിരുന്നു ഇവരുടെ ആ ഒരു തട്ടിപ്പിന്റെ ഒരു രീതി? ഇവരെങ്ങനെയാണ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരുന്നത്? ധാരാളം ആളുകളെ ഇവർ ഇത്തരത്തിൽ തട്ടിപ്പിൽ പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ വന്നാൽ ഒരുപാട് ലക്ഷങ്ങളോ കോടികളോ ഒക്കെ ഇവർ തട്ടിയെടുത്തിട്ടുണ്ടോ? എന്താണ് പോലീസ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ? ഷിഗാസിൽ നെയ്യാറ്റിൻകര ആറ്റിങ്ങര തായ് എന്ന് പറയുന്ന ടൂ വീലർ സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ തട്ടിപ്പ് നടന്നു വന്നിരുന്നത്. ഇതിൽ തന്നെ ഇപ്പോൾ നിലവിൽ നെയ്യാറ്റിൻകര പോലീസിന് 7ലധികം കേസുകളാണ് ഈ യുവതിക്ക് നേരെ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ പള്ളിച്ചൽ സ്വദേശിയായിട്ടുള്ള സുകുമാരി കഴിഞ്ഞ കുറേ നാളുകളായി ഈ ടൂ വീലർ സ്ഥാപനത്തിന്റെ ജീവനക്കാരി കൂടിയാണ്. ഇവിടെ ടൂ വീലർ എടുക്കാൻ വരുന്ന ചില ആൾക്കാർ, അതിൽ മുഴുവൻ പണവും അടച്ചെടുക്കാൻ വരുന്നവരെയാണ് പ്രധാനമായിട്ടും തട്ടിപ്പിന് ഇരയാക്കിയിരിക്കുന്നത്. ഇവരുടെ പണം പൂർണ്ണമായിട്ടും വാങ്ങിയതിനു ശേഷം ഇവരുടെ രേഖകളും കൈക്കലാക്കും. ഈ രേഖകൾ വച്ച് ബാങ്കിൽ ഇവരുടെ പേരിൽ തന്നെ വായ്പ എടുത്താണ് യുവതി ഈ തട്ടിപ്പ് നടത്തിയെന്നുള്ളതാണ് നിലവിൽ നെയ്യാറ്റിൻകര പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതിൽ തന്നെ ഇപ്പോൾ 3-4 പരാതികൾ നെയ്യാറ്റിൻകര പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നിപ്പോൾ ഈ സ്ഥാപനത്തിലെത്തി യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തട്ടിപ്പ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പലരുടെയും ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾക്ക് അപ്പുറം തന്നെ ഈ വായ്പ എടുക്കുന്നതും വാഹനം രജിസ്റ്റർ ചെയ്യുന്നതും ഉപയോഗിച്ചിരിക്കുന്നത് ഈ യുവതിയുടെ മറ്റൊരു മൊബൈൽ നമ്പറാണ് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതായത് വാഹനം ഉപയോഗിക്കുന്ന പലരും അവർ നടത്തുന്ന പല ഫൈനുകളും അടക്കമുള്ള രേഖകൾ ഇപ്പോൾ ഈ മൊബൈൽ നമ്പറിലാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. മറ്റൊന്ന്, ഈ യുവതി എടുത്ത ഈ പല ആൾക്കാരുടെ പേരിലെടുത്ത വായ്പയുടെ പലിശയും അതുപോലെ തന്നെ മുതലും അടയ്ക്കാതെ വന്നതോടുകൂടി തന്നെ ഈ പലരുടെയും സിവിൽ സ്കോർ ഇടിയുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടായി. ഇത് പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇതിന് പിന്നിൽ നടന്നു എന്നുള്ളത് പലരും അറിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ബാങ്കിൽ നിന്നും ഈ വിവരങ്ങൾ അന്വേഷിച്ചാണ് നിലവിൽ നെയ്യാറ്റിൻകര പോലീസിന് പരാതി നൽകിയത്. എന്തായാലും ഇതിൽ തന്നെ 7ഓളം പേര് ഇപ്പോൾ ഇതിനോടകം തന്നെ പല തരത്തിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഈ തട്ടിപ്പ് സംഘങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്, അവർ പെരുമാറുന്നു എന്നുള്ളതാണ്, അവർ നമ്മളെ പറ്റിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അത്രമേൽ ശ്രദ്ധയോടുകൂടി ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ.